വീട് ഞാൻ കാണിച്ചു തരാം. വീടിൻ്റെ ഗേറ്റ് വരുന്നത് ഇതാണ്. മിറ്റം നോക്കിയാണ് ഏകദേശം അത്യാവശ്യം നല്ല വലുപ്പമുള്ള മിറ്റം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ സെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആട്ടോ. അതായത് സെൻട്രലൈസ്ഡ് ആണ്. കക്കൂസ് വേസ്റ്റ് ആയാലും കിച്ചൺ വേസ്റ്റ് ആയാലും ഇതൊക്കെ ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇതൊക്കെ അവിടെ ഒരു സൈഡിൽ ഓരോ സോണിലും വലിയൊരു ടാങ്ക് ഉണ്ടാകും, 1-2 ടാങ്ക് ഉണ്ടാകും. അപ്പോൾ അതിലേക്കാണ് ഈ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്, ഡ്രൈനേജ് സിസ്റ്റമാണ് ഈ ഒരു ടൗൺഷിപ്പിൽ കൊടുക്കുന്നത്. നമ്മൾ മുട്ടത്തറയിലും ഇതേപോലെ സെൻട്രലൈസ്ഡ് വേസ്റ്റ് സിസ്റ്റം ആയിരുന്നു കൊടുത്തിരുന്നത്. ഇതാണ് വീടിൻ്റെ ഒരു ഇത് കേട്ടോ. ഞാൻ വീടിൻ്റെ ചുറ്റും കാണിച്ചു തരാം. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പ്ലംബിംഗ് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പ്ലംബിങ്ങിൻ്റെ പൈപ്പ് ഏതാ വെച്ചാൽ സുപ്രീമിൻ്റെ പൈപ്പാണ് ഇതിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം കഴിഞ്ഞ ഫിനിഷിംഗ് വർക്ക് അവസാന ഘട്ടത്തിലാണ്. കുറച്ച് അതിൻ്റെ കുളത്തും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. ആ ബാക്കിലും സ്പേസ് നോക്കിയാണ്. ബാക്കിലെ സ്പേസ് ഇതാട്ടോ. ഇതാണ് ബാക്കിലെ സ്പേസ്. ഞാനൊരു മൂലക്ക് നിന്ന് കാണിച്ചു തരാം. ഇതാണ് വീടിൻ്റെ ബാക്കിലുള്ള സ്പേസ്. ഇത്ര സ്ഥലം, അതായത് നല്ല സൗകര്യമുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. മുന്നിലായാലും ബാക്കിലായാലും നല്ല സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ഡോറും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. വീടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറുന്നില്ല. വീട് നമ്മളന്ന് കാണിച്ച ആ ഒരു സെയിം തന്നെയാണ്. ഈ ഒരു സൈഡിലുള്ള സ്പേസ് ഒക്കെയാണ് ഞാൻ മൂലക്കൽ നിന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇതിലൊക്കെ. അവർക്കുള്ള ബാക്ക് സ്പേസ് ഒക്കെയാണ്. ഇതാണ് 2 വീടുകൾ തമ്മിലുള്ള അകലം. ഈ വീടും തമ്മിലുള്ള അകലം നോക്കിട്ടോ. ഇവരെ മിറ്റം നോക്കിയാണ്. ഒരു സൈഡിൽ ഈ സൈഡിൽ മിറ്റം കൂടുതലാണ്. വേണ്ട 2 മുറ്റങ്ങൾ തമ്മിലുള്ള ഇത് നോക്കിയാണ്. ഇത്ര ഗ്യാപ്പ് ഉണ്ട് ഓരോ വീടുകൾ തമ്മിലുള്ള മുറ്റങ്ങൾ. അതായത് ഈ സൈഡിൽ വീടിന് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതാണ് ഫ്രണ്ടേജ് വരുന്നത്. ഇതാണ് ബാക്കിലുള്ളതിനായിട്ട് കുറച്ചും കൂടി ഏരിയ മുന്നിൽ അത്യാവശ്യം നമുക്കൊന്ന് മുന്നിലാണ്. ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ. ഇവിടെ മറ്റേ ഡിസൈന് ചെടികളും മറ്റൊക്കെ വെച്ചാന്നുണ്ടെങ്കിൽ സംഭവം ഉഷാറായിട്ട് മാറും. 7 സെന്റിലാണ് ഒരു വീടുള്ളത്. വീട് അത്യാവശ്യം കുഴപ്പമില്ല. അതായത് ഒത്ത നടുക്ക് ഒരു സൈഡല്ല, എല്ലാ മൂലയും 4 സൈഡും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. 7 സെന്റ് കേട്ടോ. ഞാൻ കാണിച്ചത് പോലെ ഒരു വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ നടക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മുറ്റുണ്ട്. ടൗൺഷിപ്പിന്റെ ഉള്ളിലാണ് വെച്ചിട്ട് ഇടുങ്ങിയ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഇടുങ്ങിയ ഒരു, അതായത് ഒരു കസാര പോലും ഇടാൻ പറ്റാത്ത രീതിയിലുള്ള അങ്ങനത്തെ ഒരു വീടല്ല. 7 സെന്റിൽ ചുറ്റുഭാഗത്തും നല്ല അടിപൊളിയായിട്ടുള്ള മിറ്റം. എല്ലാ വീടും അതേപോലെ തന്നെ കേട്ടോ.